മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചോദ്യം ചെയ്ത് പൊതുമേഖലാ സ്ഥാപനമായ KSIDC സമർപ്പിച്ച ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ഉണ്ട് വിവരണവുമായി. രേഷ്മ, എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിലെ SFIO അന്വേഷണത്തിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് KSIDC ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിൽ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും KSIDCക്ക് ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. KSIDCക്ക് CMRL കമ്പനിയിൽ ഏകദേശം 14% ഷെയർ ഉണ്ട്. ഇത്തരത്തിൽ ഒരു ഷെയർ ഹോൾഡർ മാത്രമാണെന്നും സാമ്പത്തിക ഇടപാടുകൾ, അതായത് എക്സലോജിക്ക് CMRL നടത്തിയ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു KSIDC ഹൈക്കോടതിയിൽ രേഖാമൂലം അടക്കം വ്യക്തമാക്കിയത്. പക്ഷേ ഒരു ഷെയർ ഹോൾഡർ ആയിട്ടുള്ള KSIDCക്ക് അല്ലെങ്കിൽ KSIDC നോമിനിക്ക് CMRL കമ്പനിയിൽ എന്താണ് നടന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നത് യുക്തിരഹിതമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ തന്നെ ഈ വിമർശന രൂപേണ പരാമർശം നടത്തിയിട്ടുള്ളത്. എന്തായാലും കോർപ്പറേറ്റ് മന്ത്രാലയം രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് CMRLുമായിട്ട് ചില സംശയകരമായിട്ടുള്ള ഇടപാടുകൾ എക്സലോജിക്കും തമ്മിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അതുകൊണ്ടാണ് ഈ SFIO അന്വേഷണം തുടരുന്നതെന്നുള്ള ഒരു നിലപാടാണ് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ CMRLന്റെ സംശയകരമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് KSIDC യാതൊരു വിധത്തിലും ജാഗ്രത പുലർത്തിയില്ല. അതുകൊണ്ട് തന്നെ KSIDCക്കെതിരെ അന്വേഷണം വേണമെന്നുള്ള ഒരു കാര്യവും ഹൈക്കോടതിയിൽ SFIO അല്ലെങ്കിൽ കോർപ്പറേറ്റ് മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്നുള്ളൊരു നിലപാടാണ് ഇതുവരെ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഇടക്കാല ഉത്തരവുകളൊന്നും തന്നെ ഇല്ല. വിശദമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ നടക്കുന്നത്. ദേവിക.